മറിയത്തിന്റെ ശുദ്ധീകരണ തിരുനാള് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ദേവാലയ പ്രവേശനം ഇത് നടത്തുന്നത് ക്രിസ്തുമസിന് 40-ാം ദിവസമാണ്. അതായത് ഡിസംബർ 25 കഴിഞ്ഞിട്ട് വരുന്ന 40-ാം ദിവസം എന്ന് പറയുന്നത് ഫെബ്രുവരി 2-ആണ്. അപ്പൊ ഫെബ്രുവരി 2-ാം തീയതിയാണ് ശുദ്ധീകരണ തിരുനാള്, മാതാവിന്റെ ശുദ്ധീകരണ തിരുനാൾ ആചരിക്കുക. മോശയുടെ നിയമം അനുസരിച്ച് കടിഞ്ഞൂൽ പുത്രൻ ആണെങ്കിൽ 40 ദിവസം അശുദ്ധമാണ് പ്രസവിച്ച സ്ത്രീ എന്നുള്ളത്. കടിഞ്ഞൂല് പുത്രിയാണെങ്കിൽ 80 ദിവസം ഈ അശുദ്ധിയുടെ ആചരണം മോശയുടെ നിയമം അനുസരിച്ചുണ്ടായിരുന്നു. അത് നമ്മൾ ലേവ്യരുടെ പുസ്തകം 12-ാമത്തെ അധ്യായം 1 തുടങ്ങി 6 വരെയുള്ള വാക്യങ്ങളാണ് അത് വായിക്കുക. അപ്പൊ ആ തരത്തില് ഈ യഹൂദരുടെ ശുദ്ധീകരണ ആചാരമാണ് ഇവിടെ അനുഷ്ഠിച്ചത് എന്ന് സാർ. യേശുവിന്റെ ദേവാലയ പ്രവേശനത്തിന്റെ തിരുനാൾ കൂടിയാണ്. യേശുവിന്റെ ദേവാലയ പ്രവേശനം എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് ദേവാലയം ശുദ്ധീകരിച്ച സംഭവത്തോട് ബന്ധപ്പെട്ടാണ് എങ്കിലും പ്രഥമമായിട്ട് യേശുവിന്റെ ദേവാലയ പ്രവേശനം എന്ന് പറയുന്നത് ഈ ദിവസമാണ്. യേശുവിന്റെ ജനനത്തിന്റെ ആരംഭത്തില് ഏറെക്കുറെ 5 കാര്യങ്ങള് യഹൂദ നിയമപ്രകാരം നടക്കുന്നുണ്ട്. 8-ാമത്തെ ദിവസത്തെ പരിച്ഛേദനം, നാമകരണം, ദേവാലയ സമർപ്പണം, മറിയത്തിന്റെ ശുദ്ധീകരണം, ദേവാലയ പ്രവേശനം, വഴിപാടുകളുടെ സമർപ്പണം. ഇത്രയും 5 കാര്യങ്ങള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യേശുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. മറിയത്തിന്റെ ശുദ്ധീകരണ തിരുനാള് 7-ാം നൂറ്റാണ്ടോടുകൂടിയാണ് സഭയില് പ്രബലമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. അതിക്ക് മുമ്പ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അത്ര പൊതുവായിട്ട് നടത്തപ്പെട്ടിരുന്നില്ല. 7-ാം നൂറ്റാണ്ടോടുകൂടിയാണ് അതിനൊരു വ്യാപകമായ മാനം വന്നത്. മധ്യകാലം ആയപ്പോഴേക്കും അത് യൂറോപ്പില് വളരെ പ്രസിദ്ധമായ തിരുനാളായിട്ട് മാറി. ആ തിരുനാളിന് തിരി കത്തിച്ച് പ്രദക്ഷിണം നടത്തുകയും തിരി വെഞ്ചരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമായി ദേവാലയത്തിലേക്ക് പ്രവേശിച്ചതിനെ അനുസ്മരിപ്പിച്ചാണ് തിരി കത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുനാളിന് കാൻഡിൽ മാസ് എന്നൊരു പേരുകൂടി ഉണ്ടായിരുന്നു. ഇത്രയും തിരുനാളിന്റെ ആമുഖമായിട്ട് പറയുന്നു. ഇനി നമുക്ക് വചന വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. മോശയുടെ നിയമം അനുസരിച്ച് എന്നാണ് ഇന്നത്തെ വചനത്തിന്റെ തുടക്കം. 22-ാമത്തെ വാക്യം തുടങ്ങുന്നത് അങ്ങനെയാണ്. ലൂക്കയുടെ സുവിശേഷത്തില് ഈ 2-ാം അധ്യായത്തിൽ തന്നെ ഈ മോശയുടെ നിയമം അനുസരിച്ച് എന്ന് 5 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു. സത്യത്തില് ലൂക്ക ഇവിടെ ഉദ്ദേശിക്കുക ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തില് 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തില് ഈശോ നിയമത്തിന് വിധേയനായ യേശുവിനെ അവതരിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ നിയമങ്ങൾക്കും വിധേയനായ ഒരു യേശുവാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ശൈലി ഇവിടെ എടുത്തിട്ടുള്ളത്. 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കണം, കടിഞ്ഞൂൽ പുത്രന്മാർ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്ന്. അത് പുറപ്പാടിന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ആദ്യജാതര് അത് മനുഷ്യന്റെ ആയാലും പക്ഷിമൃഗാദികളുടെ ആയാലും ഒക്കെ അത് കടിഞ്ഞൂൽ പുത്രന്മാര് ദൈവത്തിന് സമർപ്പിക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തില് കടിഞ്ഞൂൽ സന്താനത്തിന് വീണ്ടെടുക്കാനുള്ള സാധ്യത, സമർപ്പിക്കാം, പക്ഷെ ചില നേർച്ചകൾ സമർപ്പിച്ചിട്ട് ഈ കടിഞ്ഞൂൽ സന്താനത്തെ വീണ്ടെടുക്കുകയും ചെയ്യാൻ പറ്റും. എല്ലാ കടിഞ്ഞൂൽ പുത്രന്മാരും സമർപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് ബൈബിളിൽ പലയിടത്തും പറയുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തില്, 12-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തില്, 29 അതുപോലെ തന്നെ 34-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തില്, സംഖ്യയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 12 തുടങ്ങി 13 വരെ, സംഖ്യയുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, ഇവിടെയൊക്കെ കടിഞ്ഞൂൽ പുത്രന്മാരെ ദൈവത്തിന് സമർപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇനി 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഒരു ജോഡി ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിച്ചു വെച്ചാണ് അവർ പോകുന്നത് എന്ന് പറയുന്നത്. അതിന്റെ ഒരു സൂചന യൗസേപ്പ് പിതാവും മാതാവും ദരിദ്രരായിരുന്നു എന്ന സൂചനയാണ്. അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ലേവ്യരുടെ പുസ്തകം 12-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലാണ് ഒരാട്ടിൻകുട്ടിയെ
ദഹനബലിക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതിന് കഴിയാത്തവര് ആണ് ഈ ചങ്ങാലിയെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊടുക്കാനായിട്ട് പറയും. അപ്പം ശരിക്കും കൊടുക്കേണ്ടത് ഒരു വയസ്സുള്ള ഊനമറ്റ മുട്ടാടിനെയാണ് കൊടുക്കേണ്ടത്. അതിന് നല്ല റേറ്റ് വരും. ആ തുക ഇവർക്ക് സമാഹരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കഴിവില്ലാത്തവര് ആണ് ചെയ്യേണ്ട കാഴ്ചയാണ് ഇവർ അർപ്പിച്ചത്. അതിന്റെ സൂചന അവര് പാവപ്പെട്ടവരായിരുന്നു. ഇനി ശിമേനെ കുറിച്ച് പറയുന്നുണ്ട്. ബൈബിളില് പല ശിമയോന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 29-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യത്തിൽ യാക്കോബിന്റെ പുത്രൻ ശിമയോനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ലൂക്കയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തില് യേശുവിന്റെ മുൻതലമുറക്കാരനായ ഒരു ശിമയോനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ശിമയോനുണ്ട്, പത്രോസിനോട് ബന്ധപ്പെട്ട ശിമയോനുണ്ട്, കുരിശു വഹിക്കാൻ സഹായിക്കുന്ന ശിമയോനുണ്ട്. അങ്ങനെ പല ശിമയോന്മാരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ശിമയോന് ചില പ്രത്യേകതകളുണ്ട്. ഈ ശിമയോന്റെ പ്രത്യേകതകൾ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലോ. 25-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നീതിമാനും ഭക്തനുമായിരുന്നു ശിമയോൻ എന്നുള്ളത്. അപ്പൊ ശിമയോന്റെ ഒന്നാമത്തെ ക്വാളിറ്റി, അവൻ നീതിമാനായിരുന്നു, ഭക്തനായിരുന്നു. നമുക്ക് പലപ്പോഴും ഉള്ള ഒരു പ്രശ്നം, നമുക്ക് ഭക്തിയൊക്കെ ഉണ്ട്, പക്ഷെ നീതി നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോവുകയാണ്. പ്രത്യേകിച്ച് സഭയിൽ ആകമാനം, പ്രത്യേകിച്ച് സഭയുടെ ഉന്നത ശ്രേണികളില് ഈ ഭക്തിക്ക് വേണ്ടിയിട്ട് നിയമങ്ങളും വകുപ്പുകളും ഒക്കെ ഉണ്ടാക്കുകയും ആചാരങ്ങള് പിടിവാശി പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നീതി എന്ന് പറയുന്ന കാര്യം നഷ്ടപ്പെട്ടു പോവുകയും. അപ്പൊ ശിമയോന്റെ പ്രത്യേകത ഈ ഭക്തിയെയും നീതിയെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോയി എന്നുള്ളത്. വിശ്വാസികളായ നമ്മള് പലപ്പോഴും ഈ നീതിയുടെ കാര്യത്തില് വളരെ പോരായ്മയുള്ളവരാണ് എന്ന് വേണം. പ്രത്യേകിച്ച് പ്രേക്ഷിത വേലയില് ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്നവർക്ക് ഈ നീതിയുടെ ബോധം പലപ്പോഴും കുറയുന്നുണ്ട് എന്ന് ജനം പൊതുവെ വിലയിരുത്താറുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്, ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ ശിമയോന്റെ പ്രത്യേകത ഇസ്രായേലിന്റെ ആശ്വാസം കാത്തിരുന്നവനാണ് എന്ന് വെച്ചാൽ യേശുവിനെ കാത്തിരുന്നു എന്ന്. യേശുവിന്റെ മറ്റൊരു ഭാവമായിട്ട് ലൂക്ക അവതരിപ്പിക്കുന്നത് ആശ്വാസത്തിന്റെ ആളായിട്ടാണ്. അപ്പം മിശിഹായെ കാത്തിരുന്നവനാണ് എന്നുള്ളതാണ് ശിമയോന്റെ മറ്റൊരു പ്രത്യേകത. നമ്മൾ എത്രത്തോളം കാത്തിരിക്കാനായിട്ട് തയ്യാറുണ്ട്, നമ്മുടെ പ്രാർത്ഥനകള് യേശുവിന്റെ ഇടപെടലൊക്കെ സ്പോട്ടിൽ നടക്കണം എന്നുള്ള പിടിവാശിയുള്ളവരാണ്. പക്ഷെ ദീർഘനാള് കാത്തിരിക്കാനായിട്ട് ഈ ശിമയോന് ഉണ്ടായിരുന്ന ഒരു ഗുണം നമ്മൾ സ്വന്തമാക്കേണ്ടത്. മൂന്നാമതായിട്ട് 25-ാമത്തെ വാക്യത്തിൽ തന്നെ തരുന്ന സൂചന പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു എന്നുള്ളത്. അത് പലരെ കുറിച്ചും അങ്ങനെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഉള്ളതായിട്ട്. അത് നമ്മൾ പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഏതായാലും പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു എന്ന് അവന്റെ ഒരു ക്വാളിറ്റിയാണ്. നാലാമതായിട്ട് അവന് വെളിപാട് ലഭിച്ചിരുന്നു, ദൈവത്തിൽ നിന്ന് സന്ദേശം ലഭിച്ചിരുന്നു എന്ന് 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അഞ്ചാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു എന്നത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണോ നമ്മൾ എന്നൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. നമ്മൾ ചില തോന്നിപ്പുകളാൽ നയിക്കപ്പെട്ടിട്ട് അത് പരിശുദ്ധാത്മാവിന്റെ പുറത്ത് വെച്ച് കെട്ടാറാണ് പതിവ്. ഇപ്പോഴത്തെ വലിയ ദുരന്തം മെത്രാന്മാർക്ക് മാത്രമേ പരിശുദ്ധാത്മാവ് ഉള്ളൂ എന്നുള്ള അവരുടെ ചില ധാരണകള് ഒരുപാട് പ്രതിസന്ധികള് സഭയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ അൽമായർക്കോ അച്ഛന്മാർക്കോ സന്യസ്തർക്കോ പരിശുദ്ധാത്മാവില്ല, മെത്രാന്മാര് സിനഡ് കൂടിയാൽ മാത്രമേ പരിശുദ്ധാത്മാവുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ വ്യാഖ്യാനമായിട്ട് വരിക. ഈ പരിശുദ്ധാത്മാവ് ഞാൻ നയിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും ഒക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം. ആറാമതായിട്ട് യേശുവിനെ കൈകളിൽ ഏന്തിയവനാണ് ശിമയോൻ എന്നുള്ളത്. വിശുദ്ധ കുർബാന കൈകളിൽ സ്വീകരിക്കുമ്പോഴും നമ്മളും കൈകളിൽ ഏന്തുന്നുണ്ട്. പക്ഷെ എത്രത്തോളം വിശുദ്ധമായിട്ടാണ്, എത്രത്തോളം ഒരുക്കത്തോടു കൂടിയാണ് കൈകളിൽ ഏന്തുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ കുർബാന കൈകളിൽ സ്വീകരിക്കുമ്പോൾ ശിമയോന്റെ ആ ആത്മ വിശുദ്ധി നമുക്ക് സ്വന്തമായിട്ടുണ്ടോ എന്ന് വിലയിരുത്തപ്പെടേണ്ടത്. ഏഴാമത്തെ ഒരു ക്വാളിറ്റി എന്നുള്ളത് അവന് പ്രവചിക്കാൻ സാധിച്ചു എന്നുള്ളത്. ദൈവത്തെ പ്രവചിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്.
ദൈവത്തെ പ്രവചിക്കാൻ സാധിക്കും. നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ പ്രവചിക്കാൻ, കാലാവസ്ഥയെ പ്രവചിക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ദൈവത്തെ പ്രവചിക്കാൻ പറ്റുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ദൈവത്തെ പ്രവചിക്കണം. മനുഷ്യരെ പ്രവചിക്കാനും പക്ഷിമൃഗാദികളെ പ്രവചിക്കാനും കാലാവസ്ഥയെ പ്രവചിക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട്. ദൈവത്തെ പ്രവചിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. എട്ടാമതായിട്ട് ജോസഫിനെയും മറിയത്തെയും അനുഗ്രഹിച്ചവനാണ് ശെമോൻ എന്നുള്ളത്. ഈ ജോസഫിനെയും മറിയത്തെയും വെച്ച് നോക്കുമ്പോൾ ശെമോൻ അതിനേക്കാൾ താഴെ നിൽക്കുന്നവനാണ്. എന്നിട്ടും ഈ ജോസഫിനെയും മറിയത്തെയും ഈ ശെമോൻ അനുഗ്രഹിച്ചു എന്നുള്ളത്. നമ്മൾ പലപ്പോഴും നമ്മുടെ വൈദികരെ, നമ്മുടെ സന്യസ്തരെ, നമ്മുടെ ഇടവ വികാരിയെ, നമ്മുടെ മെത്രാന്മാരെ ഒക്കെ അനുഗ്രഹിക്കുന്നുണ്ടോ? അനുഗ്രഹിക്കാൻ നമുക്ക് പൗരോഹിത്യ അധികാരമുള്ളവരാ. മാമോദീസയിലൂടെ ക്രിസ്തുവിന്റെ പൊതു പൗരോഹിത്യത്തിൽ അംഗങ്ങളായവരാ. നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിച്ചിട്ടാണോ ജീവിക്കുക? അങ്ങനെ അനുഗ്രഹിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് ചൊരിഞ്ഞു കഴിയുമ്പോൾ ആ അനുഗ്രഹത്തിന്റെ പോക്ക് നമ്മളിലൂടെയാകും. അത് നമ്മളും അനുഗ്രഹിക്കപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പൊ ഈ 8 ക്വാളിറ്റികൾ ശെമോനുള്ളതായിട്ട് ഇന്നത്തെ ഈ വചനത്തിലൂടെ തന്നെ വെളിവാക്കുന്നുണ്ട്. നീതിമാനും ഭക്തനുമായിരുന്നു, മിശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നു, പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു, അവന് വെളിപാട് ലഭിച്ചിരുന്നു, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടിരുന്നു, യേശുവിനെ കൈകളിൽ ഏന്തിയവനാണ്, ദൈവത്തെ പ്രവചിച്ചവനാണ്, ജോസഫിനെയും മറിയത്തെയും അനുഗ്രഹിച്ചവനാണ്. ഈ 5 ഗുണങ്ങള് ശെമോനുണ്ടായിരുന്നു എന്നുള്ളത്. ഈ 8 ഗുണങ്ങള് ശെമോനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ 8 ഗുണങ്ങള് എല്ലാ അംശങ്ങളൊക്കെ നമുക്കുമുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 25-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആളാണ് ശെമോൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ലൂക്കയുടെ സുവിശേഷത്തില് അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ 8 പേരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് സ്നാപയോഹന്നാനെ കുറിച്ചാണ് ലൂക്കയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 15 തുടങ്ങി 17 വരെയുള്ള വാക്യങ്ങളിലാണ് അത് കാണുക. രണ്ടാമത്തത് മറിയത്തിനെ കുറിച്ചാണ്, യേശുവിന്റെ അമ്മയായ മറിയത്തെ കുറിച്ച്. അത് ലൂക്കയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം, അതുപോലെ തന്നെ 1-ാമത്തെ അധ്യായം 46 തുടങ്ങി 55 വരെയുള്ള വാക്യങ്ങളിലൊക്കെ മറിയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതായിട്ട് സൂചനകളുണ്ട്. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിത്വം എന്ന് പറയുന്ന എലിസബത്ത് ആണ്. അത് ലൂക്കയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 41 തുടങ്ങി 45 വരെയുള്ള വാക്യങ്ങൾ അത് കാണുന്നു. നാലാമതായിട്ട് സക്കറിയയാണ്. സക്കറിയയുടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതായിട്ട് കാണുന്നത് ലൂക്കയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 67 തുടങ്ങി 79 വരെയുള്ള വാക്യങ്ങളാണ്. അഞ്ചാമതായിട്ട് ശെമോനാണ്. നമ്മളിന്ന് വായിച്ചു കേട്ട വചനഭാഗമാണത്. 2-ാമത്തെ അധ്യായം 25 തുടങ്ങി 35 വരെയുള്ള വാക്യങ്ങൾ. ആറാമത്തെ ആള് ഹന്നയാണ്. അത് പ്രവാചികയാണ്. അത് 2-ാമത്തെ അധ്യായം 36 തുടങ്ങി 38 വരെയുള്ള വാക്യങ്ങളുണ്ട്. ഏഴാമതായിട്ട് ശിഷ്യന്മാരാണ്. ലൂക്കയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 1 തുടങ്ങി 6 വരെയും 10-ാമത്തെ അധ്യായം 1 തുടങ്ങി 20 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ 8-ാമതായിട്ട് തീർച്ചയായിട്ടും ഈശോ തന്നെയാണ്. അത് ലൂക്കയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 40 തുടങ്ങി 52 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായിട്ട് യേശുവിനെ അവതരിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ 8 വ്യക്തികള് ലൂക്കയുടെ സുവിശേഷത്തിൽ മാത്രം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തികളുണ്ട്. നമ്മളും ആത്മശോധന ചെയ്യപ്പെടേണ്ടത്. 26-ാമത്തെ വാക്യത്തില് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി എന്നുള്ള ഒരു പദപ്രയോഗമുണ്ട്. അത് ക്രിമാറ്റിഡ്സോ എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിക്കുക. ക്രിമാറ്റിഡ്സോ എന്ന് പറഞ്ഞാല് മുന്നറിയിപ്പ് നൽകപ്പെട്ടു എന്നുള്ളതാണ്. പുതിയ നിയമത്തില് ഈ വാക്ക് ഏതാണ്ട് 9 തവണ ഉപയോഗിക്കുന്നു. അതിൻ്റെ അകത്ത് 7 തവണ ദൈവം നേരിട്ട് വെളിപ്പെടുത്തുന്നതായിട്ടും 2 തവണ മനുഷ്യരിലൂടെയുള്ള വെളിപ്പെടുത്തലായിട്ടുമാണ് അതിനെ അവതരിപ്പിക്കുക. ഏതായാലും ഈ ആശയവിനിമയം ദൈവത്തിൽ നിന്നും ആകാം, ദൈവം ഇടപെട്ടിട്ട് മനുഷ്യരിലൂടെയാവാം ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നർത്ഥം. ആശയവിനിമയത്തെയാണ് ഇത് ഉദ്ദേശിക്കുക. 27-ാമത്തെ വാക്യത്തില് പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ശിമോൻ ദേവാലയത്തിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിക്കുക. ഈ പ്രേരണ എന്ന് പറയുന്നത് പ്രത്യേക ലക്ഷ്യമില്ലാത്ത ഒരു പ്രചോദനമാണ്. ആ പ്രചോദനം ഒരു ലക്ഷ്യം വെച്ചുള്ള പ്രചോദനമല്ല എന്ന് സാരം. 32-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യേശുവിനെ കുറിച്ചുള്ള പ്രവചനം പറയുമ്പോൾ വിജാതിയർക്ക്
വെളിപാടിന്റെ പ്രകാശമായി തീരും എന്ന് പറയുന്നുണ്ട് ശിമയോൻ. ഈ വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശമായി തീരുന്ന ക്രിസ്തുവിനെ അവതരിപ്പിക്കാനായിട്ട് ശിമയോന് പറ്റി. പക്ഷേ ആദിമസഭയില് അപ്പസ്തോലന്മാര് തമ്മിലുള്ള തർക്ക വിഷയം, പ്രത്യേകിച്ച് പത്രോസും പൗലോസും തമ്മിലുള്ള തർക്ക വിഷയം ഈ വിജാതിയർക്ക് സംബന്ധിച്ച പ്രശ്നമാണ്. ഈ വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ സത്യത്തില് ഈ അപ്പസ്തോലന്മാർക്ക് പോലും ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. ഈ കാലഘട്ടത്തിൽ പോലും നമുക്ക് ഈ ശിമയോന്റെ പ്രവചനത്തിന്റെ അന്തർധാര ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ് പിന്നെയും ഈ വിജാതിയരുടെ വെളിപാടിന്റെ പ്രകാശത്തെ കുറിച്ച് കൃത്യമായ ഒരു ഡോക്യുമെന്റ് പുറത്തേക്ക് ഇറക്കിയത്. അതിനുശേഷവും പല സഭകളിലും പല കൂട്ടായ്മകളിലും വിശ്വാസികൾക്കിടയിലും ആത്മാരുടെ വൈദികർക്കിടയിലും ഒക്കെ ഈ വിജാതിയരുടെ വെളിപാടിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും അത് തർക്ക വിഷയമാണ് എന്ന് സാരം. അപ്പോൾ ഈ ശിമയോന്റെ വെളിപാടിന്റെ പൊരുള് ഇനിയും വിശ്വാസികളും മെത്രാന്മാരും വൈദികരും ഒക്കെ കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിചാരം. 33-ാമത്തെ വാക്യത്തില് മാതാപിതാക്കന്മാര് ഈ പ്രവചനം കേട്ട് അത്ഭുതപ്പെട്ടു എന്നാ പറയും. അപ്പോൾ ആശ്ചര്യപ്പെട്ടു എന്നാണ് ചില ബൈബിളുകളിൽ തർജ്ജമ ചെയ്തത്. രണ്ടായാലും ഈ പ്രതികരിച്ചില്ല എന്നുള്ള ഒരു വ്യംഗ്യ അർത്ഥമാണ് അതിൻ്റെ അകത്തുള്ളത്. ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് ലൂക്ക മറ്റൊരിടത്ത് പറയുന്നത് അതേ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. യൗസേപ്പ് പിതാവും മാതാവും യേശുവിനെ കുറിച്ച് കേട്ട കാര്യങ്ങള് അവരെ ഹൃദയത്തിൽ സംഗ്രഹിച്ചല്ലാതെ അതിനോട് പ്രതികരിച്ചില്ല. മക്കളെ കുറിച്ച് നല്ലത് കേൾക്കുമ്പോഴും ചീത്ത കേൾക്കുമ്പോഴും പ്രതികരണം വളരെ സൂക്ഷിച്ചു വേണമെന്ന് മറിയവും യൗസേപ്പ് പിതാവും നമ്മളെ പഠിപ്പിക്കുന്നു. വളരെ സൂക്ഷിച്ചു വേണം മക്കളെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ പ്രതികരണങ്ങളോട് പ്രതികരിക്കാൻ എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പഴയ കാലങ്ങളിലാണെങ്കിൽ മക്കളെ കുറിച്ച് മറ്റുള്ളവരെന്തെങ്കിലും പോരായ്മകൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും മൂക്കടച്ച് ആ പറഞ്ഞവരെ വിശ്വസിക്കുകയും മക്കളെ ശിക്ഷിക്കുകയോ ശിക്ഷണം കൊടുക്കുകയോ ചെയ്യും. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ മക്കളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ന്യായീകരിച്ച് അവരോട് അവർക്ക് ശിക്ഷയോ ശിക്ഷണമോ കൊടുക്കുകയും ചെയ്യും. ഇത് രണ്ടും ശരിയല്ല. നമ്മൾ മനനം ചെയ്ത് മനസ്സിൽ സൂക്ഷിച്ചിട്ട് വളരെ ബുദ്ധിപൂർവം ആലോചിച്ചും പ്രാർത്ഥിച്ചും തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ട കാര്യമാണ് മക്കളെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ വിലയിരുത്തല് എന്ന് യൗസേപ്പ് പിതാവും മാതാവും നമ്മളെ പഠിപ്പിക്കുകയാണ്. 34-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഇടർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും യേശു എന്ന്. ഇവിടെ ഇടർച്ച എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴെല്ലാം യേശുവിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ യഹൂദർക്ക് വന്നോ അതെല്ലാം ഇടർച്ചയാണ്. എപ്പോഴെല്ലാം യേശുവിന്റെ രക്ഷാകര അനുഭവത്തിലേക്ക് തൻ്റെ ശിഷ്യന്മാർ വന്നോ അതെല്ലാം ഉയർച്ചയാണ്. വേറെ ചില ബൈബിളുകളിൽ അത് ഉത്ഥാനം എന്ന് തർജ്ജിമ ചെയ്തിട്ടുണ്ട്. ഉത്ഥാനം എന്ന തർജ്ജിമയാണ് കുറച്ചുകൂടി മൂലപദത്തോട് അർത്ഥം കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രിസ്തുവിന്റെ ഉത്ഥാനത്തില് പങ്കുചേരാനായിട്ട് പറ്റും എന്ന ഒരു രക്ഷാകര അനുഭവത്തിലേക്ക് വരിക എന്നുള്ളത്. അപ്പൊ ഒന്നുകിൽ ഇടർച്ച അല്ലെങ്കിൽ നിത്യജീവൻ, ഈ രണ്ട് സാധ്യതയുള്ളൂ. അതല്ലാത്ത സാധ്യതകളില്ല എന്ന് സാരം. 35-ാമത്തെ വാക്യത്തില് അടയാളം ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. ഈ അടയാളം എന്ന വാക്ക് സിമയോൺ എന്നുള്ള ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് സാക്ഷ്യം എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്കിനെ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ ഒരു വാൾ കടക്കും എന്ന ശിമയോന്റെ പ്രവചനമുണ്ട്. അത് റോഫായിയ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുക. റോഫായിയ എന്ന് വെച്ചാല് അത് ആ ഒരു പദം ശ്രദ്ധിക്കേണ്ടതാണ്. അത് സത്യത്തില് ലൂക്ക സുവിശേഷകൻ മാത്രമേ സുവിശേഷങ്ങളിൽ ഉപയോഗിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഉള്ളത് വെളിപാടിന്റെ പുസ്തകത്തിലാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ ഒരു 4 പ്രാവശ്യം ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ
റോംഫായിയ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത് ഈ പ്രാണനെ പോലും പിളർക്കുന്ന വേദനയെ സൂചിപ്പിക്കാനായിട്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അത്ര സാധാരണ ഒരു വേദനയല്ല, നമ്മുടെ വേദന കൊണ്ട് ജീവൻ അറ്റുപോകാൻ വരെ സാധ്യതയുള്ള വേദന എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി ഹന്നായെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഈ യേശുവിന്റെ രക്ഷാകര കർമ്മങ്ങളിലുടനീളം ഈ സ്ത്രീ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. യഹൂദരുടെ പൊതുശൈലി അനുസരിച്ച് സ്ത്രീകളെ ഒരു രണ്ടാം പൗരന്മാരായിട്ട് കണക്കാക്കിയിരുന്ന പശ്ചാത്തലത്തില് ഈ യേശുവിന്റെ ജീവിതത്തിലുടനീളം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഹന്ന എന്ന പ്രവാചികയെ നമ്മളിവിടെ കാണുകയും ബൈബിളിൽ ഏതാണ്ട് 10ഓളം പ്രവാചികമാര് ഉണ്ട്. പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രവാചികമാര് 10 പേരുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ 10 പേരെ ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 30-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തില് നമ്മൾ റാഹേൽ എന്ന പ്രവാചിയെ കാണുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 15-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തില് മിരിയാം എന്ന് പറയുന്ന പ്രവാചിയെ നമ്മൾ കാണുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തില് ദെബോര എന്ന് പറയുന്ന പ്രവാചിയെ കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 22-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലും ദിനവൃത്താന്തം 34-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിലും ഹുൽദ എന്ന് പറയുന്ന പ്രവാചിയെ നമ്മൾ കാണുന്നുണ്ട്. നെഹമ്യയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തില് നോവദ്യ എന്ന് പറയുന്ന പ്രവാചിയെ കാണുന്നുണ്ട്. യേശയ്യയുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തില് യേശയ്യയുടെ ഭാര്യ പ്രവാചികയെ കാണുന്നുണ്ട്. ലൂക്കയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 41-45 വാക്യങ്ങളില് എലിസബത്ത് എന്ന പ്രവാചിയെ കാണുന്നുണ്ട്. ലൂക്കയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 46 തുടങ്ങി 55 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ അമ്മയായ മറിയത്തെ ഒരു പ്രവാചികയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനഭാഗം ലൂക്കയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 36 തുടങ്ങി 38 വരെയുള്ള വാക്യങ്ങളിൽ ഹന്ന എന്ന പ്രവാചികയെ അവതരിപ്പിക്കുന്നുണ്ട്. 10-ാമത്തെ പ്രവാചിക ഒരു കള്ളപ്രവാചികയാണ്. വെളിപാടിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ അത് പ്രവാചിക തന്നെയാണ്, പക്ഷെ അത് കള്ളപ്രവാചികയാണ്. അതിന്റെ പേര് ഈസബേൽ എന്നുള്ളത്. അങ്ങനെ 10 പ്രവാചികമാരെ കുറിച്ച് ബൈബിളില് കാണിക്കുന്നുണ്ട്. ഈ 10 പ്രവാചികമാരില് ഈ 3 പ്രവാചികമാര് യേശുവിന്റെ ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടതാണ്. എലിസബത്ത്, യേശുവിന്റെ അമ്മയായ മറിയം, പിന്നെ ഹന്ന. പ്രവാചികമാർക്കും അതായത് സ്ത്രീകൾക്കും ദൈവത്തിന്റെ വെളിപാടുകൾ ഉണ്ട് എന്നും അത് വെളിപ്പെടുത്താനായിട്ട് സാധ്യതയുണ്ട് എന്നും ഈ പ്രവാചികമാരുടെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മറിയത്തിന് ഈ വചനത്തിന്റെ ശുദ്ധീകരണ തിരുനാള് ആചരിക്കുകയും യേശുവിനെ സമർപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുവോ മറിയമോ ഈ യഹൂദരുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിധേയരാകേണ്ട കടമ ഇല്ലെങ്കിലും അവര് ആ യഹൂദ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നു. നമ്മള് ഈ സഭയുടെ ആചാരാനുഷ്ഠാനങ്ങൾ, നമ്മുടെ വിശ്വാസത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളോടുള്ള നിയമങ്ങളോടുള്ള സമീപനം എന്താണ്? അത് രാഷ്ട്രത്തിന്റെ നിയമങ്ങളായിക്കോട്ടെ, സഭയുടെ നിയമങ്ങളായിക്കോട്ടെ, നമ്മുടെ പൊതു നിയമങ്ങളായിക്കോട്ടെ, ഏത് നിയമങ്ങളായാലും ആ നിയമങ്ങളെ നമ്മൾ ഏത് തരത്തിൽ എടുക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നിയമങ്ങൾക്ക് വിധേയപ്പെടാനായിട്ടുള്ള മനസ്സ് പരുവപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട് എന്ന് സാരം. മറിയം ഉത്ഭവത്തിൽ തന്നെ ശുദ്ധയായിരുന്നു. മറിയത്തിന്റെ ശുദ്ധീകരണ തിരുനാൾ ആചരിക്കുമ്പോൾ മറിയം ഉത്ഭവത്തിലും ജീവിതത്തിലും ശുദ്ധിയായിരുന്ന ഒരുവള് ശുദ്ധീകരണ കർമ്മത്തിൽ പങ്കുചേർന്നുവെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുംഭസാരത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൂടി ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ എത്രത്തോളം പാപം ചെയ്യാത്തവരാണ് എന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും നമ്മൾ ഈ ശുദ്ധീകരണ പ്രക്രിയ നടത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയും, ഇപ്പൊ നമ്മൾ അധികം പണിയെടുക്കുന്നവരല്ല, അധികം വേർത്തവരല്ല, അതുകൊണ്ട് കുളിക്കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നാള് അങ്ങനെ കുളിക്കാണ്ടിരിക്കാൻ പറ്റും?
ഒരു പണിയെടുക്കുന്നില്ല, വേർക്കുന്നില്ല, അതുകൊണ്ട് കുളിക്കണ്ട എന്ന് തീരുമാനിച്ചാൽ നാറും, ശരീരം നാറും. അതുപോലെ തന്നെ നമ്മൾ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല എന്നതുകൊണ്ട് ശുദ്ധീകരണ പ്രക്രിയയാകുന്ന കുമ്പസാരം നമ്മൾ നടത്തുന്നില്ല എങ്കിൽ നാറുന്നത് ശരീരമായിരിക്കില്ല, ജീവിതം തന്നെയായിരിക്കും എന്ന് സാരം. ഈ ശുദ്ധീകരണ പ്രക്രിയ അനുഗ്രഹ വർഷങ്ങളുടെ സാധ്യത കൂടിയാണ്. നമ്മുടെ ഈ നമ്മുടെ ധൂർത്തപുത്രന്റെ ഉപമയിൽ നമ്മളത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ധൂർത്തപുത്രൻ തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ പാപങ്ങൾ ക്ഷമിച്ച് സ്വീകരിക്കുക മാത്രമല്ല, വസ്ത്രങ്ങളും ചെരുപ്പും ആഭരണങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം കുംഭസാരത്തിലൂടെ പാപമോചനം മാത്രമല്ല, ഒട്ടേറെ അനുഗ്രഹങ്ങൾ കൂടി കിട്ടുന്ന ഉദാശയാണ് എന്നുള്ളതാണ്. അപ്പൊ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശുദ്ധീകരിക്കപ്പെടുക മാത്രമല്ല, അനുഗ്രഹിക്കപ്പെടാനായിട്ടുള്ള സാധ്യത കൂടിയാണ്. മറിയത്തിന്റെ ശുദ്ധീകരണ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മുടെ ശുദ്ധീകരണം കൂടി നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരണവാനായ കർത്താവെ, മറിയത്തിന്റെ ശുദ്ധീകരണ തിരുനാൾ ആചരിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശുദ്ധീകരണത്തെ കുറിച്ച് ചിന്തിക്കാനും, ഞങ്ങളുടെ ഉപേക്ഷയാലും ഞങ്ങളുടെ കർമ്മത്താലും വന്ന പാപങ്ങളിലെ മോചനം തേടാനും, കുംഭസാരക്കൂടില് ആത്മാർത്ഥതയോടെ അണയുവാനും, കൂടുതൽ ശുദ്ധരായിട്ട് ജീവിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിതമായ മാസാദ്യ വെള്ളി നാളെ ഞങ്ങൾ ആചരിക്കുമ്പോൾ അതിനൊരുക്കമായി വൈദികര് വചനവായന നടത്തുമ്പോൾ എല്ലാ വൈദികരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഒപ്പം തന്നെ വചന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, കഴിഞ്ഞ ഒരു ദിവസം വചന ശുശ്രൂഷയിലായിരുന്ന ഗ്രൂപ്പിനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് അനുഗ്രഹത്തിനായി അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടും നമ്മുടെ ശുശ്രൂഷകളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശരി.